ഹായ് ഓൾ. അപ്പം മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റും പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇത് ചെയ്യുന്നത് എയർപോർട്ടിൽ നിന്നാണ്. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞപ്പം ട്രെയിൻ ലേറ്റായിട്ടാണ് വന്നെങ്കിലും സംഭവം ഇവിടെ എത്തിയപ്പോൾ നേരത്തെ വന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ചെക്ക് ഇൻ കൗണ്ടർ ഓപ്പൺ ആകാൻ ഏകദേശം 3/4 മണിക്കൂറുടെ ബാക്കിയുണ്ട്. അപ്പം കിട്ടിയ സമയത്ത് ഇതങ്ങനെ കയറിയേക്കാന്ന് വിചാരിച്ചു. നമുക്കെന്താ നമുക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ വഴികൾക്ക് പഞ്ഞൊന്നും കാണത്തില്ല. ഇഫ് യു ഹാവ് എ വിൽ ദർ ഇസ് എ വേ എന്നാണ് ചൊല്ല് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളിത് പ്രതീക്ഷിച്ചിരിക്കുന്ന ധാരാളം ആൾക്കാർ കാണും. അപ്പോൾ അത് മിസ്സാകുമ്പോൾ അവർക്ക് ഒന്നും ഇല്ലെങ്കിൽ തന്നെ ചിലപ്പോൾ ഇതിനകത്ത് ഒരു ഉണ്ടാക്കിയാലും കാണത്തില്ല ഞാനീ പറഞ്ഞതുകൊണ്ട്. പക്ഷേങ്കിൽ എന്നാലും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം. ഇന്ന് സത്യം പറഞ്ഞാൽ ഇന്ന് വളരെ സന്തോഷം തോന്നിയൊരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു 5-6 പേര് എനിക്കൊരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നു. നമ്മൾ ഇന്നലെ പഠിച്ച ഒരു സിനാരിയോ, ഒരു റിജക്ഷൻ വന്നിട്ട് ഒരു സ്പിന്നിങ് ടോപ്പ് വന്ന് അവിടുന്ന് ഒരു ക്യാപ്ചർ നമുക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. നമ്മൾ ഇന്നലത്തെ ഒരു വീഡിയോയിൽ പഠിച്ചായിരുന്നില്ലേ? അതേ സെയിം സിനാരിയോണ് ഇന്ന് വന്നു കഴിഞ്ഞപ്പം ഒത്തിരി പേര് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നു. അത് ഭയങ്കരമായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാം, ഇല്ലേ? അപ്പോൾ ആ സ്പിന്നിങ് ടോപ്പിൽ വന്ന് നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ, പക്ഷേ അപ്പോൾ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ ആഴ്ചത്തെ ഇന്നത്തെ എക്സ്പയറിയിലുള്ള സ്ട്രൈക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് വലിയ പ്രയോജനമൊന്നും കാണത്തില്ല. കാരണം ഇവിടുന്ന് അവിടം വരെ നേരങ്ങനെങ്കിലും ഈ പ്രീമിയം സെയിം പ്രീമിയം തന്നെ ആയിരിക്കും. പക്ഷേ നെക്സ്റ്റ് എക്സ്പയറിയിൽ നിങ്ങൾ എടുത്തിരുന്നെങ്കിൽ എടുത്തവർക്ക് അങ്ങനെ പലരും അങ്ങനെ എടുത്തെന്ന് തോന്നുന്നു. എടുത്തവർക്ക് അത്യാവശ്യം എന്തെങ്കിലും 10-15-20 പോയിന്റ് കിട്ടിക്കാണും. കാരണം ഇത്രയും ദൂരം ഉള്ളതുകൊണ്ട് പതുക്കെയാണ് മാർക്കറ്റ് വീണ് എഴുന്നേറ്റ് മാർക്കറ്റ് മുമ്പോട്ട് പോയത്. അപ്പോൾ അതുകൊണ്ട് എന്നാലും നെക്സ്റ്റ് എക്സ്പയറിയിൽ ചെറിയൊരു അപ്രീസിയേഷൻ എന്തായാലും കിട്ടിക്കാണും. നഷ്ടമൊന്നും വന്ന് കാണത്തില്ല. അത് കണ്ടെടുത്തവർക്ക് നഷ്ടം ഒന്നും വന്ന് കാണത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോരോ സിനാരിയോ. അപ്പം നമ്മൾ ഇനിയും എന്ത് ചെയ്യും, ഇതുപോലുള്ള സിനാരിയോകൾ നമ്മൾ വീണ്ടും പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ വളരുന്നത്, മനസ്സിലായി? ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് അങ്ങനെ ഓരോ ദിവസം അല്ലെ ഓരോ ആഴ്ച നമ്മൾ ഓരോരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഏകദേശം ഒരു 6 മാസം കൂടെ നമ്മൾ സംഭവം ഒരു ഇരുത്തം വരും, മനസ്സിലായി? ഇരുത്തം വരും. പിന്നെ നമുക്കറിയാം ഒരു ക്യാൻഡിൽ വീഴുമ്പോൾ അവൻ എങ്ങോട്ട് പോകും എന്ന് ഏറെക്കുറെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു തലത്തിലേക്ക് നിങ്ങൾ എത്തിക്കണം. അങ്ങനെ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ദൗത്യം. അല്ലാതെ ഇവിടെ വരുന്നവരെ, ഈ ഗ്രൂപ്പിൽ ചേരുന്നവരെ ഇവർക്ക് കുറേ കാശുണ്ടാക്കി കൊടുക്കാമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ സ്ട്രാറ്റജി പഠിപ്പിച്ച് നിങ്ങളെ കോടീശ്വരന്മാരാക്കാമെന്നോ അങ്ങനെയുള്ള ധാരണയൊന്നും എനിക്കില്ല. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും. ഓക്കെ, അതിൽ നിങ്ങൾ പഠിച്ച് നല്ലപോലെ അത് മനസ്സിലാക്കി ട്രേഡിംഗ് ലൈഫിൽ നിങ്ങൾ വിജയിക്കുക എന്നൊറ്റ ഒരു ഉദ്ദേശം മാത്രമേ എനിക്കിത് കൊണ്ടുള്ളൂ. അല്ലാതെ വേറെ യാതൊരു ലാഭേച്ഛയോ അല്ല വേറെ എന്തെങ്കിലും ഒരു നിഗൂഢ ലക്ഷ്യമോ ഒന്നും ഇല്ല എന്ന് ഉറപ്പിക്കുന്നു. അപ്പോൾ ഒത്തിരി സമയം ഇഷ്ടം പോലെ എനിക്ക് ഇനി ഉണ്ട്. ഒരു ഏകദേശം 3/4 മണിക്കൂർ കൊണ്ട് എനിക്ക് ഇവിടെ ഓപ്പൺ ആകാൻ. അപ്പം ഇപ്പോൾ ഇവിടെ നിന്ന് ഇതിപ്പോൾ ഇത് ചെയ്തു എഡിറ്റ് ചെയ്ത് നമുക്ക് ലോഡ് കഴിഞ്ഞ പിന്നെ സമാധാനം ഉണ്ടല്ലോ. ഇവരുടെ ഫ്രീ വൈഫൈ ഉണ്ട്. അപ്പോൾ പിന്നെ എല്ലാം കൊണ്ടും സെറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ചാർട്ടിലോട്ട് വരാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അപ്പം ഈ പ്രാവശ്യം വന്നപ്പം നിങ്ങൾ എന്നോട് കാണിച്ച എല്ലാ സ്നേഹ ആദരങ്ങൾക്കും ഒരുപാട് നന്ദി പ്രകാശിപ്പിക്കുന്നു. ഈ സ്നേഹബന്ധം ഈ അവസാനം വരെ നിലനിൽക്കട്ടെ. അലമ്പും അടിയും ബഹളമൊന്നും ഇല്ലാതെ ഇത് അവസാനം വരെ നിലനിൽക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളോട് എന്നോട് കാണിച്ച എല്ലാ കട്ട സപ്പോർട്ടിനും പല പ്രശ്നങ്ങളുണ്ടായപ്പോഴും നിങ്ങളെല്ലാവരും ഗ്രൂപ്പ് ഒന്നടങ്കം എന്നോട് കട്ട സപ്പോർട്ടായിട്ട് നിന്നു. അതിനൊക്കെ ഒത്തിരി നന്ദിയുണ്ട്. ഓക്കെ, ഈ ആരോപണം ഉന്നയിച്ചവരോടൊക്കെയും മറുപടി പറഞ്ഞ ആൾക്കാരുമുണ്ട്. എല്ലാവരോടും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ചാർട്ടിലോട്ട് വരാം. അപ്പോൾ നമുക്ക് ചാർട്ടിലോട്ട് വരാം. കുറച്ച് ഡിസ്റ്റർബൻസ് കാണും. ഇവിടുത്തെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരം, അലമ്പും എയർപോർട്ടിലെ ബഹളങ്ങളൊക്കെ ചെറുതായിട്ട് കേൾക്കണം, ക്ഷമിക്കുക. ഓക്കെ, ഉള്ളത് കൊണ്ട് ഓണം പോലെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇന്ന് 20 പോയിൻറ്റ്സ് ഗ്യാപ്പ് അപ്പ് ആയിരുന്നു, അല്ലേ? മാർക്കറ്റ് ഇവിടെയാണ് ഓപ്പൺ ചെയ്തത്. 20 പോയിൻറ്റ്സ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് അവിടുന്ന് ഒരു 50 പോയിൻറ്റോളം മാർക്കറ്റ് പോയി. അതായത് ഏകദേശം 615. എത്രയിലാണ് ഓപ്പൺ ചെയ്ത്? 579. അപ്പം 615 എന്ന് പറയുമ്പം ഏകദേശം 20 പോയിൻറ്റ് ഗ്യാപ്പ് അപ്പ് പ്ലസ് 30, ഏകദേശം ഒരു 50 പോയിൻറ്റ്
അപ്സൈഡ് തന്നു ഇല്ലേ? ആരെങ്കിലും സി ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇറങ്ങാനുള്ള അവസരം ഉണ്ടായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, ദുരാഗ്രഹം കൊണ്ട് ഹോൾഡ് ചെയ്തവർക്ക് നഷ്ടം വന്ന് കാണണം. ഹോൾഡ് ചെയ്തവരുടെ കാര്യം ഞാൻ പറയുന്നു. ഓക്കെ, അപ്പം അതിനുശേഷം നല്ല ഹ്യൂജ് റിജക്ഷൻ വന്ന് നേരെ മാർക്കറ്റ് താഴോട്ട് വന്നു ഇല്ലേ? അപ്പം ഇവിടുന്ന് ഒരു ഇവിടെ നിന്നും ആർക്കും ട്രേഡ് എടുക്കാനൊന്നും അങ്ങനെ നമുക്ക് എന്താ പറയുന്നത്, ഈ കറക്കി കുത്തി ട്രേഡ് എടുക്കുന്ന പറഞ്ഞ പോലെ ആരെങ്കിലും ഗ്യാംബ്ലിങ്ങിന് വേണ്ടി എടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്കിവിടെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയാനില്ല. കാരണം മാർക്കറ്റ് എങ്ങോട്ട് പോകും നമുക്കറിയത്തില്ല. 2 പ്രാവശ്യം അങ്ങോട്ട് കൊണ്ട് അടി കളിക്കുമ്പോൾ നമ്മുടെ പ്രീമിയം ഉരുകി പോകും. അതിനുശേഷം മാർക്കറ്റ് പൊട്ടി താഴോട്ട് വന്നു. നമ്മളുടെ ഈ റേഞ്ചിനകത്ത് വന്ന് സപ്പോർട്ട് എടുക്കും എന്ന് വിചാരിച്ചു അല്ലേ? അവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയെങ്കിൽ നമുക്കവിടെ എൻട്രി ക്രൈറ്റീരിയ ഇല്ല ഇല്ലേ? നമുക്കൊരു നല്ല ബോഡി ക്യാൻഡിൽ അവിടെ കിട്ടിയില്ല. 50 മോർ ദാൻ 50% വിൽക്കും അതിന് ശേഷമുള്ളൊരു ബോഡി. അപ്പോൾ നമുക്ക് അവിടെ ഒരു സിനാരിയോ ഇല്ല. അതിനുശേഷം വീണ്ടും താഴോട്ടൊരു ക്യാൻഡിൽ കിട്ടി. നമുക്ക് അവിടെയും ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. കാരണം നമ്മൾ പഠിച്ച തിയറി നമുക്ക് അവിടെ ഫുൾഫിൽ ആവുന്നില്ല ഇല്ലേ? അതിനുശേഷം പിന്നെ മുകളിലോട്ട് പോകുന്നു, പിന്നെ താഴോട്ട് പോകുന്നു. അങ്ങനെ കുറേ നേരം ആടി കളിച്ചു ഇവിടെ എങ്ങും നമുക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയാൻ നമുക്കില്ല. ഓക്കെ, അതിനുശേഷം ട്രേഡ് ഓപ്പർച്യൂണിറ്റി വന്നു. ഈ കാണുന്നു. ഞാൻ അന്നേരം ഇപ്പോൾ വരച്ചിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഞാൻ ഓൾറെഡി ഒരു സംഭവം വരച്ചിട്ടായിരുന്നു. അപ്പോൾ ഇതേ സിനാരിയോ തന്നെ ഇവിടെ കണ്ടോ, ഓൾറെഡി ഞാൻ കളഞ്ഞിട്ടുള്ളത്. ഇതേ സിനാരിയോ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഓൾമോസ്റ്റ് സപ്പോർട്ടിനടുത്ത് വന്നിട്ട് എന്ത് ചെയ്തു, അവിടെ നിന്നൊരു റിജക്ഷൻ ഇല്ലേ? അപ്പോൾ നമുക്കിവിടെ ഒരു എൻട്രി ഉണ്ട്, കൃത്യമായിട്ടൊരു എൻട്രി പോയിന്റ് കിട്ടി, നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ഉണ്ട്. എല്ലാ ക്രൈറ്റീരിയ ഇവിടെ ഫുൾഫില്ലായി. നമ്മൾ ഇന്നലെ പറഞ്ഞ അതേ സെയിം സിനാരി. ഓക്കെ, ഇതിൽ പ്രോഫിറ്റ് എടുത്ത് എനിക്ക് സ്ക്രീൻഷോട്ട് അയക്കുന്ന കുറച്ച് പേരുണ്ട്. ഓക്കെ, ഞാൻ അവരെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പം നിങ്ങളിത് ട്രേഡ് എടുക്കാന്നുള്ളതല്ല, അതിനേക്കാൾ ഉപരി നിങ്ങൾ ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് കണ്ടുപിടിച്ചില്ലേ, അതിനെയാണ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ഇവിടെ ഇങ്ങനൊരു സിനാരിയോ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചു. ഓക്കെ, അത് ഇങ്ങനെ വരുന്ന ഓരോരോ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ക്രോഡീകരിച്ച് വെച്ചിട്ട് ഭാവിയിലേക്ക് നിങ്ങൾക്ക് ട്രേഡിങ്ങിന് ഇതൊക്കെ ഒരു മുതൽക്കൂട്ടാകും. അങ്ങനെ ചെറിയ പല തുള്ളി പെരുവെള്ളമാണ്. പല ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ മനസ്സിൽ സംഗ്രഹിച്ച് വെച്ച് പഠിച്ച് വെച്ച് നിങ്ങൾ ഭാവിയിൽ ട്രേഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സ്മോൾ ട്രേഡ് കിട്ടും. പിന്നെ ആ സ്മോൾ ട്രേഡാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, വലിയ ട്രേഡുകളിലോട്ട് പോകുന്നത്. അതിനുശേഷം അവിടുന്ന് നേരെ മാർക്കറ്റ് പതുക്കെ മുകളിലോട്ട് പോകും. പക്ഷേ ഈ പതുക്കെ മുകളിലോട്ട് പോയതുകൊണ്ട് വലിയ പ്രയോജനം ഈ എക്സ്പയറിക്കത്തില്ല. കാരണം ഇന്ന് എക്സ്പയറിയാണ്, മന്ത്ലി എക്സ്പയറിയാണ്. ഇവിടുന്ന് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ എൻ്റെ ഒരു കണക്കൂട്ടിൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു 22,500 ഒരു 50 രൂപയ്ക്ക് കിട്ടുമെന്ന് വിചാരിച്ചു. 22,500 50 രൂപയ്ക്ക് കിട്ടിയിട്ട് 50 രൂപയ്ക്ക് എടുത്താൽ ഇത് ഇവിടെ വരുമ്പോഴും ഏകദേശം 50-55 രൂപ കാണത്തുള്ളൂ. കാരണം ഇതിങ്ങനെ ഇത്രയും അരിഞ്ഞ് ഇത്ര നേരം എടുത്ത് ഇവിടെ വരെ വരാൻ, ഏകദേശം 2-3 മണിക്കൂർ എടുത്ത് ഇവിടെ വരെ വരാൻ ഇല്ലേ? അപ്പോൾ ഈ പറയുന്ന പ്രീമിയം തന്നെ ഇവിടെ കാണുന്നത്. അതേസമയം നെക്സ്റ്റ് എക്സ്പയറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് DK വരത്തില്ല. അപ്പോൾ ഏകദേശം ഒരു 10-15-20 പോയിന്റ് നിങ്ങൾക്ക് ഇവിടുന്ന് ഇവിടം വരെ കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു ഇല്ലേ? അതിനുശേഷം കറക്റ്റ് നമ്മുടെ പോയിന്റ് വന്നിട്ട് അവിടെ നിന്ന് നല്ലപോലെ ഒരു ഫോള് വന്നു. പക്ഷേ ഈ ഫോള് ഇത് പറ്റിക്കൽ ഫോളായിരുന്നു. കാരണം ഇത് വീണപ്പോഴും നിങ്ങൾ ഫ്യൂച്ചർ ശ്രദ്ധിച്ചാൽ അറിയാം, ഇത് വീണപ്പോഴും ഫ്യൂച്ചർ വീണില്ല, ഫ്യൂച്ചർ അനങ്ങാതെ തന്നെ നീങ്ങും. അപ്പോൾ ഇതൊരു മനുഷ്യൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള, ആൾക്കാരെ എക്സിറ്റ് ചെയ്ത് ഓടിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു സിനാരിയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. ഫ്യൂച്ചർ അതുപോലെ തന്നെ അനങ്ങാതെ അവിടെ നിന്നു, ഈ സ്പോട്ട് മാത്രം താഴോട്ട് വീണുള്ളൂ. അപ്പം അതിനുശേഷം വെയ്റ്റഡ് ആവറേജ് ക്ലോസിങ് നോക്കിയാൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് എത്രയാണ്, 22,545. അതായത് മാർക്കറ്റ് ഏകദേശം ക്ലോസ് ചെയ്തേക്കുന്നത് 22,545. അതാണ്ട് ഇവിടെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഇവിടെയാണ് മാർക്കറ്റ് ഇത്രയും ക്യാൻഡിൽ കാണിച്ചെങ്കിലും മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇവിടെ, വെയ്റ്റഡ് ആവറേജ് ഇവിടെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വീണ്ടും മൂഷ്യശ്രീ ആയെന്ന് പറഞ്ഞ കണക്ക് നമ്മുടെ അതേ റേഞ്ചിലാണ് മാർക്കറ്റ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇതിനകത്താണ് ഒരു നോ ട്രേഡിംഗ് സോണാണ്. നമുക്ക് ഇതിനകത്തൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഇല്ല. പിന്നെ ഏതെങ്കിലും സപ്പോർട്ട് റെസിസ്റ്റൻസിൽ വന്ന് റിവേഴ്സ് ചെയ്യുകയോ മേലോട്ട് പോവുകയോ ചെയ്യുമ്പോൾ മാത്രം നമുക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ ഒരു ട്രേഡ് ഇല്ല. ചെറിയ സ്കാൽപ്പിങ്ങോ അല്ലെങ്കിൽ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ട്രേഡ് ചെയ്ത് വിജയിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക. നമുക്ക് അവസരം അവസരം വരും. നമുക്ക് ആ അവസരത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. അതുവരെ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കാമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ വീണ്ടും മാർക്കറ്റ് ഇതിനകത്ത് തന്നെ വന്നു. അപ്പോൾ കുറേ ദിവസങ്ങളുള്ള മാർക്കറ്റ് അതിൽ വന്ന് കളിക്കുക. അപ്പോൾ നാളെയും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മാറ്റങ്ങളൊന്നുമില്ല. ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. എങ്ങോട്ട് ഇതിപ്പോൾ ഞാൻ വേണമെങ്കിൽ ഇതിപ്പോൾ ഇവിടെയാണ് ക്ലോസിങ്. നമുക്കതൊരു നമ്മുടെ പഴയ കളറാക്കിയിട്ടേക്കാം. ഓക്കെ, ഡോട്ടഡ് ലൈൻ ആക്കിയിട്ടേക്കാം. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇതിനകത്ത് ഓപ്പൺ ചെയ്തു, എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കുന്നു. അതിനുശേഷം നമ്മൾ ട്രേഡിനെ പറ്റി ചിന്തിക്കുന്നു. ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഇതിനു വേണ്ടി പറയാം. ബാക്കി കാര്യങ്ങളെല്ലാം അതുപോലെ ഇവിടെ കിടപ്പുണ്ട്. മാറ്റങ്ങൾ വരുത്താനൊന്നുമില്ല. നമ്മൾ എന്നൊന്നും വരേണ്ട കാര്യമൊന്നുമില്ല ഇല്ലേ? നമ്മുടെ ക്രൈറ്റീരിയ എല്ലാം കറക്റ്റായിട്ട്
നമ്മുടെ ലെവലുകളെല്ലാം വളരെ കറക്റ്റായിട്ട് ഇവിടെ കിടപ്പുണ്ട്. ആ ലെവൽ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അതിനുശേഷം ആ ലെവലിലോട്ട് വരുന്നില്ല. വന്നെങ്കിലല്ല നമുക്ക് എന്തെങ്കിലും ട്രേഡ് നോക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം നാളെ എല്ലാവരും സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക. നാളെ തിരിച്ച് അങ്ങ് എത്തുന്നത് ഏകദേശം രാത്രി 12:30 1 മണിയാകും. വീട്ടിലെത്തി ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങി. ചിലപ്പോൾ മേ ബി രാവിലെ എഴുന്നേക്കത്തില്ലായിരിക്കും, അറിയത്തില്ല. ഓക്കെ, എഴുന്നേൽക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ വോയിസ് ഇടാം. ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ നോക്കിക്കണ്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.